Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഓക്കെ, നമ്മള് ലേബർ റൂം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലേബർ റൂമില 3 LDR ഡെലിവറി 3 സോണുകൾ നമ്മൾ പഠിച്ചു. ലാസ്റ്റ് അൺസ്റ്റെറൈൽ പ്രൊട്ടക്റ്റീവ് ഡെലിവറി സോൺ. ദെൻ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് പോയിന്റ്സുകൾ പറഞ്ഞായിരുന്നോ? അവിടെ വരെയല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത്? ഓർക്കുന്നുണ്ടോ? കുറച്ച് ദിവസമായി ക്ലാസ്. ഫെസിലിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? പോയിന്റ്സുകൾ പറഞ്ഞോ? ആർക്കും ഓർമ്മയില്ല? ലാസ്റ്റ് ക്ലാസ്സില 3 സോൺസ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല. 3 സോൺസുകൾ വരെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ആണോ? 3 സോൺസ് പറഞ്ഞില്ലേ? ഓരോ സോണുകളും സോൺസ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ 3 സോണുകള് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഒന്നും കൂടി പറയാം കേട്ടോ. സോണുകള് 3 കൃത്യമായിട്ട് പഠിക്കണം. ഓരോ സോണിലും എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്? സ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. ഓക്കെ, അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. Then next one, facilities and requirements. Okay, facilities and requirements. ഒരു ലേബർ റൂമിൽ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസും റിക്വയർമെന്റ്സും എന്തൊക്കെയാണ് പോയിന്റുകളാണ്? ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, അതൊന്ന് മനസ്സിലാക്കി പഠിക്കാം. നഴ്സിംഗ് സ്റ്റേഷൻ ഇല്ലേ? ലേബർ റൂമിൽ ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. എന്താ നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മൾ വാർഡിൽ പഠിച്ചിട്ടുണ്ട് നഴ്സിംഗ് സ്റ്റേഷൻ. പഠിച്ചത് ഓർക്കുന്നുണ്ടോ? വാർഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററില് നഴ്സിംഗ് സ്റ്റേഷൻ, അതായത് നമ്മൾ വാർഡിലെ നഴ്സുമാർ ഇരിക്കുന്ന ആ ഒരു ഏരിയ അല്ലെ? നഴ്സ് ഒന്നിച്ച് നഴ്സസ് ഇരിക്കുന്ന ആ ഒരു ഏരിയ, അവരുടെ റെക്കോർഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സൂപ്പർവൈസർ ഓഫീസർ, സൂപ്പർവൈസറിന്റെ ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. ദെൻ വെയിറ്റിംഗ് റൂം, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കണം. ദെൻ സ്ക്രബ് ഏരിയ ആൻഡ് വാഷിംഗ് ഏരിയ. സ്ക്രബ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ സിങ്ക്, വാഷ് ബേസിൻ അങ്ങനെ നമ്മൾ ഫ്രഷ് ആവാനും മറ്റുമായിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയകളൊക്കെ ഉണ്ടായിരിക്കാം. ദെൻ ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോസ് ചേഞ്ചിങ് റൂം അല്ലെ? ഡ്യൂട്ടി റൂം ഉണ്ടായിരിക്കണം. അതായത് ഡ്യൂട്ടി മീൻസ് നഴ്സ് സ്റ്റാഫുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടി റൂം. ടോയ്ലറ്റ് ഫെസിലിറ്റികൾ അല്ലെ? ഒരു ലേബർ റൂമിന്റെ ഉള്ളിൽ ടോയ്ലറ്റ് ഫെസിലിറ്റികളൊക്കെ ഉണ്ടാകും. ലേബർ റൂമിൽ കയറിയിട്ടുള്ള ആൾക്കാണെങ്കിൽ അറിയാലോ, ടോയ്ലറ്റ് ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. Then clothes changing area, dress ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കണം. Rooms designed for the storage of equipment and medicines. മെഡിസിൻസുകൾ വെക്കാനും എക്യുപ്മെന്റ്സുകളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഏരിയ. സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ് അല്ലെ? അതായത് നമ്മൾ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലെ, അല്ലെങ്കിൽ ഉപകരണങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സെക്ഷൻ, ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ക്ലിനിക്കൽ ഏരിയ, ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പേഷ്യന്റിന് നടത്തുന്ന ഏരിയ. Then tile and anti-skid flooring. Tile എന്ന് വെച്ചാൽ ടൈൽ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. അതുപോലെ തന്നെ ആന്റി സ്കിഡ് ഫ്ലോറിംഗ്. എന്താ ആന്റി സ്കിഡ് ഫ്ലോറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകാത്ത രീതിയിൽ, അതായത് കുറച്ചും കൂടി ഗ്രിപ്പുള്ള ടൈപ്പ് ടൈല്, ഭയങ്കര സ്മൂത്ത് ആയിട്ട് തെങ്ങിപ്പോകുന്ന രീതിയിലുള്ള ടൈൽസ് പാടില്ല. കുറച്ചും കൂടി ഗ്രിപ്പായിട്ടുള്ള ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കാം. സെൻട്രലി എയർ കണ്ടീഷണഡ് അല്ലെ? ലേബർ റൂമും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ നമുക്കറിയാം സെൻട്രലി എയർ കണ്ടീഷണഡ് ആയിരിക്കും ഇല്ലേ? ആണോ? ആയിരിക്കില്ലേ? എയർ കണ്ടീഷണഡ് ആയിട്ടുള്ള റൂമുകളായിരിക്കണം ലേബർ റൂമും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററും.
ഇത്രയുമാണ് ഒരു ഫെസിലിറ്റീസ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ലേബർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി പോയിന്റ്സുകളാണെങ്കിൽ മനസ്സിലാക്കി പഠിക്കാം. ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ബൈഹാർട്ട് ചെയ്യാം, മനസ്സിലാക്കി പഠിക്കാം. ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആവുമല്ലോ. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സ്? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് അല്ലെ. ലേബർ റൂമിൽ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രോട്ടോകോൾസ് കാര്യങ്ങളൊക്കെ പാലിക്കണം അല്ലെ. അവിടെ കുറച്ച് കർശനമായിട്ടുള്ള സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. കാരണം ഇൻഫെക്ഷൻസ് ഒക്കെ ഒന്നും കിടക്കാൻ പാടില്ല. അതിനാൽ തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് തന്നെയാണ് ലേബർ റൂമിൽ പാലിക്കേണ്ടത്. നോക്കാം. The protocols for the labor ward offer explicit instruction for managing ward activities, ensuring the ward operates efficiently and delivers excellent medical care to pregnant women. അതായത് ലേബർ വാർഡിനായിട്ടുള്ള പ്രോട്ടോകോളുകൾക്ക് വാർഡിനുള്ളിലെ പ്രവർത്തനങ്ങൾ അല്ലെ, മാനേജിങ് വാർഡ് ആക്ടിവിറ്റീസ്, വാർഡിനുള്ളിലെ ആ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിനും എഫിഷ്യന്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമണിന് കെയർ, മെഡിക്കൽ കെയർ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ പരിചരണം നൽകുന്നതിനുമായിട്ട് നമുക്ക് എന്ത് വേണം? ലേബർ വാർഡ് പ്രോട്ടോകോൾസ് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം അല്ലെ. അതുപോലെ തന്നെ എന്താണ് നമ്മള് മെഡിക്കൽ കെയർ ഒക്കെ കൊടുക്കാനും മറ്റും ഈ ഒരു നിർദ്ദേശങ്ങൾ നമ്മൾ എന്തായാലും പേഷ്യൻസിനും മറ്റ് നമുക്ക് പ്രോട്ടോകോൾസുകൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫെക്ഷൻസ് ഒന്നും വരാതെയും അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമണിന് മികച്ചൊരു പരിചരണം ലഭിക്കാനും പ്രോട്ടോകോൾസുകൾ പാലിക്കണം. അതുകൊണ്ടാണ് നമുക്ക് വേറെ ആർക്കും അതിന്റെ അകത്തേക്കൊന്നും പ്രവേശനം അനുവദിച്ചിട്ടില്ല അല്ലെ, അലൗഡ് ചെയ്തിട്ടില്ല. സോ ഇൻഫെക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസുകൾ ലേബർ റൂമിലൊക്കെ നമ്മൾ വെക്കുന്നത്. ഓക്കെ, ദെൻ ദീസ് പ്രോട്ടോകോൾസ് ആർ ഇൻ റിഗാർഡ് ടു. പ്രോട്ടോകോൾസുകൾ എങ്ങനെയാണെന്ന് നോക്കാം. Administration and policies encompass the duties and obligations of administrative and professional responsibilities, criteria for admission, traffic control, park regulations, disaster management, etc. ഇത് വായിക്കേണ്ടത് ബാക്കിൽ നിന്ന് വായിച്ചു പോകാം. നോക്കാം. Disaster management, ward regulation, traffic control, admission criteria, then administrative and professional responsibilities and obligations of. അതായത് അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണെന്ന്. അതായത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ആ ഒരു ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷന്റെ ചുമതലയാണ് ഇപ്പൊ പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ എൻകംപാസ് എന്ന് വെച്ചാൽ എന്താണ്? എൻകംപാസ് മലയാളത്തിൽ എന്താ പറയാ? എൻകംപാസ് കടമയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലോ. ബാധ്യത എന്നൊക്കെ പറയും മലയാളത്തില്. പ്രോപ്പർ മലയാളം പറയണമെങ്കിൽ കേട്ടിട്ടുണ്ടോ? എന്റെ ബാധ്യതയാണ്, കടമയാണ്, ഉത്തരവാദിത്വമാണ് അല്ലേ? ഉൾക്കൊള്ളുക അല്ലെങ്കിൽ എന്താ പറയാ, ഒരു നമ്മള് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണെന്ന്. ഒബ്ലിഗേഷൻസ്, ബാധ്യത അല്ലെങ്കിൽ ഒരു കടമയാണ്. എന്താണ് അവരുടെ കടമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആണ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ്. അതായത് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കുക. Then criteria for admission, admission criteria, അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലേബർ റൂമിലേക്ക് ഒരുപാട് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക. വാർഡ് റെഗുലേഷൻസ്, ലേബർ റൂമിലും അതോടൊപ്പം അനുവദിച്ചിട്ടുള്ള വാർഡിലെ റെഗുലേഷൻസ്, അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. Then disaster management, അതായത് ഡിസാസ്റ്ററിന് എന്ത് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും. ചിലപ്പോൾ ലേബർ റൂമിലായിരിക്കുന്ന പേഷ്യൻസിന് മേ ബി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ആ ടൈമിൽ വരികയാണെങ്കിൽ അതിനെയെല്ലാം മാനേജ് ചെയ്യണം. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇപ്പൊ ലേബർ റൂമില് ചിലപ്പോൾ അത് കോംപ്ലിക്കേഷൻ ആയി സഡൻലി ചിലപ്പോ സി സെക്ഷൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ഇപ്പൊ അങ്ങനെയുള്ള കേസസുകള് ഇതിനെല്ലാം മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേഷനാണ്.
അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഡ്യൂട്ടിയാണ് ക്രൈറ്റീരിയ അഡ്മിഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പാടില്ല റെഗുലേഷൻസ് ഒക്കെ നോക്കുക. ദെൻ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ മാനേജ്മെന്റ് ചെയ്യുക. ദെൻ ട്രാഫിക് കൺട്രോൾ, അതായത് പേഷ്യൻസ് ഒക്കെ ഒരുപാട് കൂടുതലൊക്കെ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് അവർക്ക് അതിനുള്ള പരിഗണനയും കൃത്യമായിട്ടുള്ള പരിചരണം നൽകുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, clinical recommendations that cover inpatient care, management of labor, postpartum care, newborn care, etc. ക്ലിനിക്കൽ, അതായത് ചികിത്സാപരമായിട്ടുള്ള പേഷ്യൻസിന് കെയർ കൊടുക്കുകയാണ്. ചികിത്സാപരമായിട്ടുള്ളത്, അതായത് മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്പാർട്ടം കെയർ. പോസ്റ്റ്പാർട്ടം കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പോസ്റ്റ്പാർട്ടം? അതായത് ആഫ്റ്റർ ഡെലിവറി, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള പരിചരണം കൊടുക്കുക. അതോടൊപ്പം തന്നെ ന്യൂബോൺ, കുഞ്ഞിനുള്ള പരിചരണം, ന്യൂബോൺ ബേബീസിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിചരണവും ചികിത്സാപരമായിട്ടുള്ള രീതിയിലുള്ള പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, 2 പോയിന്റുകൾ. നെക്സ്റ്റ് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. ലേബർ ടേബിൾ, അതായത് ഒരു ഡെലിവറി റൂമില്ല അല്ലെങ്കിൽ ലേബർ റൂമില്ല ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ലേബർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ലേബർ ടേബിൾ, ലേബർ റൂമിൽ പ്രവേശിച്ചിട്ടുള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും. ലേബർ ടേബിൾ കണ്ടിട്ടുണ്ടോ? പേഷ്യൻസിന് അല്ലെങ്കിൽ ആ വുമണിന്റെ ആ ഒരു ടൈമില് ലേബർ ടേബിളിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ലേബർ ടേബിൾ ആണ് ക്രൂഷ്യൽ ടൂൾസ് എന്ന് പറയുന്നത്. മറ്റു ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഒരു ലേബർ റൂമിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ലേബർ ടേബിൾ ആണ്. ഒരുപാട് നമ്മൾ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും ലേബർ ടേബിൾ ആണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. എക്സാമിന് പ്രീവിയസിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലേബർ ടേബിൾ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ബാക്കി നമ്മൾ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന എക്യുപ്മെന്റ്സുകളാണ്. റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസർ, ഫോയിറ്റൽ ഡോപ്ലർ, ഫോയിറ്റൽ ടോപ്പോ കാരിയോഗ്രാഫ്. ഓക്കെ, റേഡിയന്റ് വാർമർ. എന്താ റേഡിയന്റ് വാർമർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, എന്താണ്? ബോഡി വാർമിംഗ്. ഓക്കെ, എന്താണ് റേഡിയന്റ് വാർമർ ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്? റേഡിയന്റ് വാർമർ ഹീറ്റ് ടു ദ ബോഡി. കുഞ്ഞിന് നമ്മൾ ചൂടിലൊക്കെ കിടത്തി എന്നൊക്കെ പറയും അല്ലേ? ശരീര താപനില കുഞ്ഞിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയന്റ് വാർമറിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഹോസ്പിറ്റലിലൊക്കെ അല്ലെ. അതായത് വളരെ ഭയങ്കര എന്താ പറയാ, കുഞ്ഞിന് നമ്മൾ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചില്ലിന്റെ ഒരു സ്ക്വയറിലുള്ള ഒരു ചില്ല് ഇതുപോലെയൊക്കെ ഇരിക്കുന്നത് ഗ്ലാസ് ടൈപ്പ് പോലെയാണ് അല്ലേ. അപ്പൊ അതിനുള്ളിലാണ് നമ്മൾ കുഞ്ഞിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ശരീര താപനില ഉയർത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഉപകരണമാണ് റേഡിയന്റ് വാർമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് പേരുകളൊക്കെ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താണെന്ന് നമുക്കറിയാലോ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. അവിടെ ഉപയോഗിക്കുന്ന മറ്റ് എക്യുപ്മെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ആ പേരുകളാണ് പറയുന്നത്. ക്രൂഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ലേബർ ടേബിൾ ആണ്. ബാക്കി വരുന്ന എക്യുപ്മെന്റ്സുകളാണ് റേഡിയന്റ് വാർമർ. ഓക്കെ ആണല്ലോ. ശരീര താപനില കുഞ്ഞിന് ഉയർത്താൻ വേണ്ടിയിട്ട് നിലനിർത്തുന്ന ഒരു ഉപകരണം. ഓക്കെ, സ്റ്റെറിലൈസേഴ്സ്. നമ്മൾ സ്റ്റെറിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്യുപ്മെന്റ്സുകളും മറ്റും സ്റ്റെറിലൈസേഴ്സ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഫോയിറ്റൽ ഡോപ്ലർ. എന്താ ഫോയിറ്റൽ ഡോപ്ലർ? അതും ഓൾറെഡി നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഫോയിറ്റൽ ഡോപ്ലർ എന്താണ് അതിന്റെ ഉപയോഗം? ഫോയിറ്റൽ ഡോപ്ലർ ഫെറ്റൽ ഹാർട്ട്. ഓക്കെ, ഫോയിറ്റൽ ഡോപ്ലർ ഹാർട്ട് ബീറ്റ്, അതായത് കുഞ്ഞിന്റെ ന്യൂബോൺസിന്റെ നമ്മൾ ഹാർട്ട് ബീറ്റ് നോക്കുന്ന ഉപകരണം അല്ലെ. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺസിന്റെ ഒക്കെ നമുക്കറിയാം എന്താണ് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കുന്ന ഉപകരണമാണ്. ബേബിയുടെ ഹാർട്ട് ബീറ്റ് നോക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഫോയിറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്. ഫോയിറ്റൽ ടോപ്പോ കാർഡിയോഗ്രാഫ്. എന്താ ടോപ്പോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ ഹൃദയമിടിപ്പ് നോക്കുമ്പോൾ ഗ്രാഫിക് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ലേബറിലൊക്കെ കിടക്കുമ്പോൾ എന്താണ് നമ്മള് ഡെലിവറിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ലേബർ റൂമിൽ അഡ്മിറ്റ് ആക്കുന്ന ടൈമിലും എപ്പോഴും എന്താണ് ഈ ഒരു ഫോയിറ്റൽ ടോപ്പോ കാർഡിയോഗ്രാഫ് ഒക്കെ ഡോക്ടർ വന്ന് എടുക്കാറുണ്ട് അല്ലെ. ഒരു പ്രിന്റ് പോലെ എന്നിട്ട് പ്രിന്റർ പോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ആ ഗ്രാഫ് ഹൃദയമിടിപ്പിന്റെ ഒരു ഗ്രാഫ് ആയിട്ട് വരും അല്ലേ. കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും അതേഴ്സൊക്കെ വല്ല കുറച്ച് പേര് അല്ലേ. അപ്പൊ ഗ്രാഫ് ആയിട്ട് വരുന്നതാണ് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഗ്രാഫിന്റെ രൂപേണ വരുന്നതാണ് ഫോയിറ്റൽ ടോപ്പോ കാർഡിയോഗ്രാഫ് എന്ന് വിളിക്കുന്നത്.
ഓക്കെ, ക്ലിയർ ആണോ? മൂന്നും എക്യുപ്മെന്റ്സുകളാണ് ഉപയോഗിക്കുന്നത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ലേബർ ടേബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ നോക്കാം കേട്ടോ. The tools and accessories need to be cleaned, set aside, and dried after each use. All labor or equipment must be good functioning order and be prepared for usage according to staff. Okay. These tools, അതായത് നമ്മുടെ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസുകളും ആക്സസറീസും need to be cleaned. എപ്പോഴും അത് ക്ലീൻ ആക്കുക, ഉപയോഗത്തിന് ശേഷം ക്ലീൻ ആക്കുക. Then set aside and after each use. D ആണോ? അതായത് നമ്മള് ഡോപ്ലർ മനസ്സിലായോ? നമ്മുടെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്ന ഉപകരണമാണ് ഫോയിറ്റൽ ഡോപ്ലർ. ഈ കാരിയോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം ഹാർട്ട് ബീറ്റ് തന്നെയാണ് നോക്കുന്നത്. അതൊരു ഗ്രാഫിന്റെ രൂപേണ വരുന്നത്. ഓക്കെ, അതായത് ആ ഒരു ഹാർട്ട് ബീറ്റ് ഗ്രാഫ് രൂപേണ നമുക്ക് പ്രിന്റ് ആയിട്ട് തന്നെ അപ്പൊ തന്നെ നമുക്ക് ലഭിക്കുന്നത്. ടീച്ചർ ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ക്ലാസ്സിന് ശേഷം പിക്ചർ കാണിക്കും. ഇപ്പൊ കുറച്ചും കൂടി ക്ലിയർ ഐഡിയ കിട്ടും. അപ്പൊ ഇവിടെ പറയുന്നത് ഓരോ ടൂൾസുകളും ഉപയോഗത്തിന് ശേഷം ക്ലീൻ ചെയ്യുക. എല്ലാ ടൂൾസുകളും എന്ത് ചെയ്യുക? ഉപയോഗത്തിന് ശേഷം ക്ലീൻ ചെയ്യുക, സെറ്റ് അസൈഡ്. അതിനുശേഷം അത് മാറ്റിവെച്ച് നമ്മൾ ഡ്രൈഡ് ആക്കണം, ഉണക്കി സൂക്ഷിക്കണം. വെള്ളത്തിന് അംശമൊന്നും പാടില്ല. ഉപകരണങ്ങൾ ക്ലീൻ ചെയ്തതിനു ശേഷം ഡ്രൈ ആക്കി വെക്കുക ഓരോ ഉപകരണങ്ങളും. ഓക്കെ, then all labor equipment must be in good functioning order and be prepared for usage according to staff. ഓരോ ഉപയോഗത്തിന് ശേഷവും, അല്ലേ? അതായത് ഓരോ എക്യുപ്മെന്റ്സും ഓരോ ഉപയോഗത്തിന് ശേഷവും വൃത്തിയാക്കുക. അതുപോലെ തന്നെ എല്ലാ ഉപകരണങ്ങളും ഗുഡ് ഫങ്ഷനിങ് ആയിരിക്കണം. എല്ലാ ഉപകരണങ്ങളും ഫങ്ഷനിങ് ആയിരിക്കണം എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കണം. കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാ ഉപകരണങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായിരിക്കണം. Then prepare for usage according to staff. ജീവനക്കാർ അതിന് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കണം. അതായത് അവർക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഉപകരണം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അവർ അറിഞ്ഞിരിക്കണം. ഒക്കെ ഓൾറെഡി അറിവുണ്ടായിരിക്കും, പക്ഷെ കുറച്ചും കൂടി നല്ല വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ ആണോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് തുടങ്ങി ഇടം വരെ വായിക്കാം. നമ്മൾ എടുത്തത് ഒന്ന് വായിച്ചു നോക്കാം. ഫോയിറ്റൽ ഡോപ്ലർ, അതായത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്നത്. ടോക്കോകാരിയോഗ്രാഫ് എന്ന് പറഞ്ഞാല് ഹാർട്ട് ബീറ്റ് തന്നെ ഗ്രാഫ് രൂപേണ നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് വൺ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ടീച്ചർ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ പിക്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത്രയും ടൈം പോകുമല്ലോ. കുറച്ച് ഭാഗം എടുത്തതിന് ശേഷം പിക്ചർ കാണിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? മനസ്സിലായോ? അതായത് കുറച്ച് ഭാഗം കൂടി എടുത്തിട്ട് പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു സെക്ഷൻ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടെന്ന് തോന്നി, അപ്പൊ അത് പിക്ചർ കാണിച്ചു തരാം. ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്തിട്ട് പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? ഓക്കെ, പിക്ചർ ഞാൻ ക്ലാസ്സിന് ശേഷം ഡിസ്കസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആരും പിക്ചർ നോക്കി ഡിസ്കസിലേക്ക് പോകണ്ട. ക്ലാസ് മുന്നോട്ട് പോകണം. ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പിക്ചർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സെറ്റ് അസൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഉപയോഗത്തിന് ശേഷവും നമ്മൾ അത് നീക്കി വെച്ച് അത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കാന്ന്. ഓക്കെ,
നമ്മളൊരു എക്യുപ്മെന്റ് ഏതെങ്കിലും ഉപയോഗിച്ച് വിചാരിക്കാം, ദെൻ അത് ക്ലീൻ ചെയ്തിട്ട് നമ്മളത് എന്താ പറയാ നീക്കി വെക്കുക, ദെൻ അത് ഡ്രൈ ആക്കി വെക്കാം. എപ്പോഴും വെള്ളം ജലാംശമൊന്നും ഇല്ലാതെ അതിന് നമ്മൾ എന്താ ഡ്രൈ ആക്കി വെക്കുക എന്നുള്ള മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ നോക്കാം കേട്ടോ. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. എന്താണ് സുരക്ഷ നിലനിർത്താനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ഒരു ലേബർ റൂമിൽ എപ്പോഴും ഒരു സേഫ് ആയിരിക്കണം അല്ലേ, കാരണം അവിടെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനാൽ തന്നെ എപ്പോഴും എന്താണ് ലേബർ റൂം എപ്പോഴും സേഫ് ആയിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലേബർ റൂമിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇവിടെ കുറച്ച് പോയിന്റ്സുകളാണ്, അതൊന്ന് മനസ്സിലാക്കി വായിക്കണം. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ must be followed by all medical staff. അതായത് ലേബർ റൂമിൽ പ്രവേശിക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ, അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാകുമല്ലോ, അവര് എല്ലാ സുരക്ഷാ നടപടിക്രമങ്ങളും പാലിച്ചിരിക്കണം. അതായത് പ്രോട്ടോകോൾസ് കൃത്യമായിട്ട് പാലിക്കണം എന്ന്. ലേബർ റൂമിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിക്കുക, അങ്ങനെയുള്ള കുറച്ച് ഇപ്പോ എന്താണ് ഗ്ലൗസ് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ അത് കൃത്യമായിട്ടും സേഫ്റ്റി പ്രൊസീജിയർ സുരക്ഷാ മാനദണ്ഡങ്ങള് അവിടെയുള്ള സ്റ്റാഫുകൾ എന്ത് വേണം കൃത്യമായിട്ടും പാലിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെക്ഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. പീരിയോഡിക് ഇൻ സർവീസ്, എന്താ പീരിയോഡിക് ഇൻ സർവീസ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ഇൻ സർവീസ് അതായത് ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട്, അതായത് അണുബാധ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു പീരിയോഡിക് ആയിട്ടുള്ള സേവനങ്ങൾ ചെയ്യണമെന്ന്. അതായത് ഇപ്പോ എക്യുപ്മെന്റ്സുകളൊക്കെ പഴയ എക്യുപ്മെന്റ്സുകളൊക്കെ അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കുക, സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യാനായിട്ടെങ്കിൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ട്രെയിനിങ് സെക്ഷൻ കൊടുക്കുകയാണ് സ്റ്റാഫുകൾക്കും, അവിടെ വർക്ക് ചെയ്യുന്ന അതായത് ലേബർ റൂമിന് ഉള്ളിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. എങ്ങനെയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്, അതിനുള്ളൊരു ട്രെയിനിങ് സെക്ഷനും കൂടി അവർക്ക് കൊടുക്കുക. The clothing worn should be sanitary and clean. Clothing worn. In the clothing worn എന്ന് പറഞ്ഞാലോ ധരിക്കുന്ന വസ്ത്രങ്ങൾ, മീൻസ് ധരിക്കുന്ന നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലും ലേബർ റൂമിലൊക്കെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടല്ലോ. പേഷ്യന്റിന് നമ്മളുടെ സെയിം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലാണോ ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്നത് പേഷ്യന്റിനെ? ആണോ? ഓപ്പറേഷൻ തിയേറ്ററിലും ലേബർ റൂമിലൊക്കെ അവിടെ നമുക്ക് എക്സ്ട്രാ ഒരു നമ്മൾ കൊടുക്കും അല്ലേ, പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്നും അലൗഡ് ചെയ്യും. സോറി, ലേബർ റൂമിൽ പ്രവേശിക്കുമ്പോഴും മറ്റും വേറൊരു വസ്ത്രം കൊടുക്കും. അത് ക്ലീൻ ആയിരിക്കണം, സാനിറ്റൈസ് ആയിരിക്കണം. PPE has to be accessible. Personal protective equipment ലഭ്യമായിരിക്കണം അല്ലേ. Then training for employees on general and particular practices. എന്താണ് നമ്മള് ഇൻഫോർമേഷൻസുകൾ, അതായത് ജനറൽ ആയിട്ടും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസുകളെ കുറിച്ചിട്ട് ചെറിയൊരു പ്രാക്ടീസ്, ഒരു സെക്ഷൻ കൊടുക്കുക, ഒരു ട്രെയിനിങ് പോലെ നൽകുക. എങ്ങനെയാണ് അവിടെ പ്രവർത്തിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എക്യുപ്മെന്റ്സുകളുടെ ഒരു ഡെമോൺസ്ട്രേഷനോ അങ്ങനെ ജനറൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അവിടെ നിൽക്കും. According with the hospital protocols. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇപ്പോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുകളൊക്കെ ഉണ്ടാകും, അങ്ങനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചുകൊണ്ട് അഡ്മിറ്റ് ആക്കാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോവിഡ് എന്ന് പറഞ്ഞൊരു ടൈമില് അങ്ങനെ ആയിരുന്നപ്പോൾ പേഷ്യന്റിനെ എങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്? വളരെയധികം പ്രോട്ടോകോൾസുകളൊക്കെ പാലിച്ചുകൊണ്ടല്ലേ? ആണോ? ഐസൊലേറ്റഡ് ആയിക്കൊണ്ടും അല്ലെ, അങ്ങനെ നമ്മൾ എന്താണ് വളരെ ഇൻഫെക്ഷൻ മീൻസ് പുറത്താർക്കും ഇത് അസുഖം പകരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം PPE ധരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലും ഇങ്ങനെ നമ്മൾ ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസിന് സെപ്പറേറ്റഡ് ആയിട്ട് ഹോസ്പിറ്റൽസിന്റെ എല്ലാ പ്രോട്ടോകോൾസുകളും പാലിക്കുക. Then all fitting clothing tools and waste need to be treated as contaminated and handled carefully. Personal protective equipment, okay, protection equipment. Then all fitting clothing tools and waste need to be treated as contaminated and handled carefully. All fitting clothing tools. അതായത് എന്താണ്
ഫിറ്റിംഗ് ക്ലോത്തിങ് ടൂൾസ് നമ്മൾ അകത്ത് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ വേസ്റ്റുകൾ ഇപ്പോ ലേബർ റൂമിൽ നിന്നായിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേറ്റഡ് അണുവിമുക്തമായിട്ടുള്ള മലിനപ്പെട്ടിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് വേണം. ഫിറ്റിംഗ് ക്ലോത്തിങ് ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ വേസ്റ്റുകളൊക്കെ എടുക്കാറുള്ളത്. അതായത് എന്താണ് ഫിറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസുകളൊക്കെ ധരിക്കുക, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിച്ചുകൊണ്ട് വേണം കണ്ടാമിനേറ്റഡ് മലിനീകരണമായിട്ടുള്ള വസ്തുക്കളും വേസ്റ്റുകളും ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ എന്തായാലും ഗ്ലൗസ് ഒക്കെ ധരിച്ചുകൊണ്ട് വേണം എക്യുപ്മെന്റ്സും ഗ്ലൗസുകളൊക്കെ ധരിക്കുക. നെക്സ്റ്റ് വൺ, instruments and other supplies are cleaned, sterilized and processed. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സും മറ്റ് സപ്ലൈസും ക്ലീൻഡ് ആയിരിക്കണം, സ്റ്റെറിലൈസ് ചെയ്തിട്ടും ആയിരിക്കണം. ലേബർ റൂമിനുള്ള സപ്ലൈസ് എന്ന് പറഞ്ഞാൽ മറ്റു ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ഇൻസ്ട്രുമെന്റ്സുകളും എല്ലാം ക്ലീൻഡ് ആയിരിക്കണം, എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. Patients should be provided with sterile robes. പേഷ്യൻസിന് എപ്പോഴും നമ്മൾ സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള റോബ്സുകളായിരിക്കണം നൽകേണ്ടത്. റോബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന വസ്ത്രങ്ങൾ അല്ലെ, അതായത് നമ്മൾ ധരിക്കാനായിട്ട് നമ്മൾ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ കൊടുക്കുന്ന വസ്ത്രം. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ സർജറിക്കൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുകയും അത് എപ്പോഴും എന്തായിരിക്കണം? സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള ഡ്രസ് ആയിരിക്കണം. ആൻഡ് ഇവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ അല്ലെ. അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് എംപ്ലോയീസ്, ലേബർ റൂമില് എന്താണ് ഒരു ജീവനക്കാരന്റെ ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം നമ്മള് ഇല്ലേ. സ്റ്റാഫുകളുടെ ക്രൂഷ്യൽ ആണ് അല്ലെ, അതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അവരുടെ ആരോഗ്യത്തിന്. അതുകൊണ്ടാണ് അവരോട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുക, ഗ്ലൗസ് എല്ലാം ധരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു സേഫ്റ്റി മെഷർ, മീൻസ് ഒരു സേഫ്റ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ലേബർ റൂമിന് ഉള്ളിലുള്ള സേഫ്റ്റി നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത് വായിച്ചു നോക്കുക കേട്ടോ. പോയിന്റ്സുകളാണ്, പോയിന്റുകളൊക്കെ വായിച്ചു നോക്കുക. എല്ലാ പോയിന്റും പറയുന്നത് ക്ലീൻ ആയിരിക്കുക, സ്റ്റെറൈൽ ആയിരിക്കുക, ദെൻ ഓവറോൾ ആയിട്ട് പറയുന്ന ആ ഒരു കാര്യങ്ങൾ തന്നെയാണ്. പോയിന്റ് കുറച്ചും കൂടി എന്താ ചെയ്തെന്ന് മാത്രം കേട്ടോ. ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത് ഇപ്പൊ വേസ്റ്റ് ഒക്കെ എടുക്കുമല്ലോ, അതുപോലെ ലേബർ റൂമിലാണെങ്കിലും ഫ്ലൂയിഡും ബ്ലഡും അങ്ങനെ വേസ്റ്റുകളൊക്കെ നമ്മൾ അതെടുക്കുമ്പോൾ ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിക്കാം. അതായത് ഇപ്പൊ ഗ്ലൗസ് ഒക്കെ എടുക്കുമ്പോൾ ഫിറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസും അതുപോലെ തന്നെ ഡ്രസ്സ് ഫിറ്റഡ് ആയിട്ടുള്ള നമ്മള് വേറെ എക്സ്ട്രാ നമ്മള് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിക്കാം. അതായത് ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ, വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ. PP പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമുക്ക് ഉപയോഗിക്കാവുന്ന. എല്ലാത്തിലും പറയുന്നത് സ്റ്റെറൈൽ ചെയ്യുക, ക്ലീൻ ആയിരിക്കുക, ദെൻ പ്രോട്ടോകോൾസ് പാലിക്കാന്ന് തന്നെയാണ്. പോയിന്റുകൾ സ്പെസിഫൈ ചെയ്തതെന്ന് മാത്രം കേട്ടോ. അത് ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, മനസ്സിലാക്കി ഒന്ന് പഠിക്കാം. ബാക്കി നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, എക്സാമിന് ഓപ്ഷൻ കാണുമ്പോൾ ഒത്തിരി പോയിന്റ്സുകളൊക്കെ വരുമ്പോൾ ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോ എല്ലാവരും ഓർത്തിരിക്കണമെന്നില്ല അല്ലെ, മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 5 പ്രാവശ്യം വായിക്കാം. അതായത് നമുക്ക് ക്ലാസ് കേട്ടൊരു ഓർമ്മ വെച്ചിട്ട് അറ്റൻഡ് ചെയ്തുകൂടി ക്വസ്റ്റ്യൻ ഇല്ലേ. ഓക്കെ, നമുക്ക് എക്സാമിനെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ അത്യാവശ്യം ക്ലാസ് ഒക്കെ കേട്ട് അനുഭവം വെച്ചിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല അതിന്. കാരണം ഓപ്ഷൻ ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് വായിച്ച് 1-2 പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടും. ഓക്കെ,
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. ലേബർ റൂം ലാസ്റ്റ് പോയിന്റ് ആണോ? അതായത് ആൻ ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയി ഹെൽത്ത് ഇസ് ക്രൂഷ്യൽ. നമ്മൾ പറഞ്ഞു സുരക്ഷിതത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ അവിടെ നിൽക്കുന്ന എംപ്ലോയീസ്, സ്റ്റാഫിന്റെ ആരോഗ്യവും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണെന്ന്. സ്റ്റാഫുകൾ, അതുകൊണ്ടാണ് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ ആരോഗ്യവും ഏറ്റവും മോസ്റ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ നോക്കാം, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. ലേബർ റൂമിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഹാൻഡ് വാഷിംഗ്, കൈകൾ എപ്പോഴും വാഷ് ചെയ്യുക. മീൻസ് ഗ്ലൗസ് ഒക്കെ ഇടണമെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഇടിയതിനു ശേഷം വാഷ് ചെയ്തിരിക്കുക. വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് ധരിക്കുക. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞോ? എടുത്തോ നിങ്ങൾക്ക് ബയോമെഡിക്കൽ വേസ്റ്റ്? എടുത്തോ? എടുത്തിട്ടില്ല അല്ലെ? എടുത്തിരുന്നോ ഏതെങ്കിലും ടീച്ചേഴ്സ്? ഇല്ല. ഓക്കെ, അപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വേസ്റ്റുകളാണ്. ഓക്കെ, അപ്പോ ഇത് ബയോമെഡിക്കൽ വേസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ അധികമൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് കൃത്യമായിട്ട് നിക്ഷേപിക്കേണ്ട ഓരോ എന്താ മീൻസ് ഓരോ ബാഗുകളിലായിട്ട് നിക്ഷേപിക്കുക. കണ്ടെയ്നർ ഉണ്ട്, അപ്പൊ അതിന് കളർ കോഡുകളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ ഓരോ ബോക്സസിൽ നിക്ഷേപിക്കണം. അത് ഓരോ ബോക്സസിൽ നിക്ഷേപിക്കേണ്ട വേസ്റ്റുകൾ തരം തിരിച്ച് പറയുന്നുണ്ട് ബയോമെഡിക്കൽ വേസ്റ്റിൽ. നമുക്ക് ഇനി എടുക്കാൻ വരുന്നുള്ള ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോ അത് കൃത്യമായിട്ടും എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റിന് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ ചെയ്യാന്ന് കളർ കോഡുകളൊക്കെ ഉണ്ട്. അപ്പോ കളർ കോഡുകളൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ വേസ്റ്റ് കൃത്യമായിട്ടും അതിൽ നിക്ഷേപിക്കുക. ദെൻ പ്രോപ്പർ ഹാൻഡിലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്. ഇല്ലെങ്കിൽ നമുക്ക് ലേബർ റൂമിലാണെങ്കിലും പ്രോസസേഴ്സും അങ്ങനെയുള്ള ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അതെല്ലാം പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക, കൃത്യമായിട്ടും സൂക്ഷ്മതയോട് കൂടി തന്നെ ഹാൻഡിൽ ചെയ്യുക. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ടിംഗ് ഓഫ് ദ ഐറ്റം യൂസ്ഡ്. നമ്മൾ ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്യണം, അതുപോലെ തന്നെ അണുമുക്തമാക്കണം. മറ്റു വിധത്തിൽ അണുമുക്തമാക്കണം, സ്റ്റെറിലൈസ് ചെയ്യുക അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ദെൻ പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. അതായത് യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ക്ലീൻ ചെയ്യുക, വാഷ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, sustaining a clean and aseptic environment. എന്താ അസെപ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? അസെപ്റ്റിക് വൃത്തിയുള്ള. സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്റ്റിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് അസെപ്റ്റിക്. അതായത് വൃത്തിയില്ലാത്ത, അണുകൊള്ളതെന്നൊക്കെ പറയാം, അണുനാശിനിപ്പെട്ടത്. അപ്പൊ വൃത്തിയുള്ള നല്ലൊരു എൻവയോൺമെന്റ്, ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത നല്ലൊരു എൻവയോൺമെന്റ്, നല്ലൊരു അന്തരീക്ഷത്തിന് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. ലേബർ റൂമിൽ നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ഓരോ പോയിന്റും മനസ്സിലാക്കി വായിക്കുക നിങ്ങൾ. ഓക്കെ, മനസ്സിലാക്കി വായിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ മൈൻഡിലോട്ട് കയറും. ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് ബൈഹാർട്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് വിട്ടാൽ ബാക്കി പുറകെ എല്ലാം വിട്ടുപോകും. ഇല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്ന ആ ഒരു ടൈമിൽ കിട്ടും. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ 2 പോയിന്റ് പോയിട്ടുണ്ടാകും. നോർമൽ അങ്ങനെയാണ്. ആണോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണോ? ഓക്കെ, അപ്പൊ മനസ്സിലാക്കി പഠിക്കാം. ഇങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കി നമ്മുടെ മനസ്സിലോട്ട് അങ്ങനെ കയറ്റുക. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഓക്കെ, വായിക്കുമ്പോൾ തന്നെ ഒരു 50% നമ്മുടെ മനസ്സിൽ കയറണം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സുകള്? ഓക്കെ. നെക്സ്റ്റ് വൺ. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ്. ഇങ്ങനെയൊക്കെയാണ് ക്ലീനിങ്ങും അണുവിമുക്തമാക്കലെന്നാണ് പറയുന്നത്. നോക്കാം. സം ഓഫ് ദ ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ് ആർ. കുറച്ച് ജനറൽ റൂൾസ് ആണ് പറയുന്നത് ക്ലീനിങ്ങിനെ കുറിച്ചിട്ടുള്ള. എനി എക്യുപ്മെന്റ് brought into the labor room from outside must be wiped and cleaned. അതായത് ലേബർ റൂമിലേക്കുള്ളിലേക്ക് ഏതെങ്കിലും എക്യുപ്മെന്റ് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന്, ഈ ചാപ്റ്റർ പോയിന്റ്സുകളാണ് എങ്കിലും പോയിന്റ്സ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് എക്സാമിന്. നമ്മൾ പോയിന്റ്സുകളാണെന്ന് നിസ്സാരമായിട്ട് നമ്മൾ പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മളുടെ മാർക്ക് സ്കോർ കൂടുതൽ വരുന്നത്. ഓക്കെ. പോയിന്റ്സുകളാണെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിന്റ്സുകളും ഉണ്ട് ഇല്ലേ? നമ്മുടെ ചെറിയൊരു ചാപ്റ്റർ ആണ്, കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ. നോക്കാം. Any equipment brought into the labor room from outside must be wiped and cleared. അതായത് നമ്മൾ ഔട്ട്സൈഡിൽ നിന്നും ലേബർ റൂമിനുള്ളിലേക്ക് ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവരുമ്പോൾ അത് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിരിക്കണം. പുറമേ നമ്മൾ പ്രവേശിപ്പിക്കുകയല്ലോ അകത്ത്. സോ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക. Then have an adequate cleaning sequence. ഒരു ക്ലീനിങ് സീക്വൻസ് ഉണ്ടായിരിക്കണം. അതായത് ശുചീകരണത്തിന് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ്, എപ്പോഴും ഇന്ന ദിവസം ക്ലീൻ ചെയ്യുക, ഒരു ക്ലീനിങ് സീക്വൻസ്, ഒരു ശുചിത്വ ക്രമീകരണം അല്ലെ ഒരു സീക്വൻസ് ഉണ്ടായിരിക്കണം. ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്ഡ്. ഇനി ലേബർ റൂമിന്റെ ഉള്ളിലുള്ള എക്യുപ്മെന്റ്സുകൾ ചിലപ്പോൾ ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുക. റീപ്ലേസ് മാറ്റാനുള്ള എക്യുപ്മെന്റ്സുകൾ ആണെങ്കിൽ അത് എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യും. Items stained with blood, body fluids should be fins എന്നാണ് എഴുതിയിരിക്കുന്നത്. ആണോ? ടെക്സ്റ്റിലാണ് fins എന്നാണോ? ബോഡി ഫ്ലൂയിഡ്സ് ആണ് കേട്ടോ. ഓക്കെ. ബോഡി ഫ്ലൂയിഡ്സ് ഷുഡ് ബി നോട്ട് ഇൻസ്റ്റന്റ്ലി. എന്താണ് പറയുന്നത്? യൂസ്ഡ്, ഇൻസ്റ്റന്റ്ലി യൂസ്ഡ് എന്നാക്കാം കേട്ടോ. ഇൻസ്റ്റന്റ്ലി യൂസ്ഡ്. ഐറ്റം സ്റ്റെയിൻഡ് അതായത് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ഒക്കെ ഉള്ള ഐറ്റംസ് കറയായിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാണ്. അണുമുക്തമാക്കിയതിനു ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ. ഇൻസ്റ്റന്റ്ലി കഴിഞ്ഞിട്ടേ യൂസ്ഡ് എന്നും കൂടി ഒന്ന് ചേർക്കാം. പറഞ്ഞത് ക്ലിയർ ആണോ? ലാസ്റ്റ് യൂസ്ഡ് എന്നും കൂടി ഒന്ന് ചേർക്കാം. ഓക്കെ. Then always use approved mopping techniques. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മോപ്പിംഗ് ടെക്നിക്സ് ഉപയോഗിക്കാതെ മോപ്പൊക്കെ വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുകയാണ്. ഓക്കെ. ലേബർ റൂമൊക്കെ മോപ്പിംഗ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. മോപ്പ് ഉപയോഗിക്കുക. Examine area for seepage or any other issue and report instantly. Examine area. അതായത് നമ്മൾ രോഗിയെ പരിചരിക്കുന്ന എക്സാമിനേഷൻ ചെയ്യുന്ന ഏരിയയിൽ ഏതെങ്കിലും സ്വീപ്പേജസ് ഉണ്ടെങ്കിൽ, സ്വീപ്പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീപ്പേജ് ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അത് അപ്പോ തന്നെ ഇൻസ്റ്റന്റ്ലി എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. അത് ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക. ക്ലീൻ ദ ലേബർ ടേബിൾ ആഫ്റ്റർ എവറി ഡെലിവറി. ഓരോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും ആ ലേബർ ടേബിൾ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ഒക്കെ ചെയ്യുക. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ റിക്വയർഡ് ടു ബി ഫോളോഡ്. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണ്. അണുവിമുക്തമാക്കാനും സ്റ്റെറിലൈസേഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതികൾ തന്നെ അതിന് ഉപയോഗിക്കുക. ഇത്രയുമാണ് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ്ങിൽ വരുന്നത്. പോയിന്റ്സുകളാണ്. അപ്പോ ഇത് മനസ്സിലാക്കി പഠിക്കുക പോയിന്റ്സുകൾ അല്ലെ. അപ്പോ എല്ലാം ഒരുപാട് പോയിന്റ്സുകൾ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിന്റ്സുകളാണെന്ന്. പക്ഷെ പോയിന്റ്സുകൾ മനസ്സിലാക്കി പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് ഞാൻ പറയുന്നില്ല.
ഇനി ചിലവർക്ക് ബൈ ഹാർട്ട് ചെയ്തതായിരിക്കും കുറച്ചും കൂടി അല്ലെ, കുറച്ചുപേര് അങ്ങനെ ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. കാരണം എല്ലാത്തിലും ഏകദേശം എന്താ പറയാ സെയിം ഒരേ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. ക്ലീൻ ആക്കുക, സ്റ്റെറൈൽ ചെയ്യുക, ഈ ഒരു കാര്യമാണ് എപ്പോഴും എല്ലാ പോയിന്റിലും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഓവറോൾ ആയിട്ട് പറയുന്നത്. എല്ലാം കണക്റ്റഡ് ആണ്. നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ഒരു മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുപാട് പോയിന്റ് ആണെന്ന് ടെൻഷൻ ഒന്നും ആകെയില്ല, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തേക്കാണ് പാരഗ്രാഫ് നോക്കാം. The labor room and connecting passage should be cleaned at least twice a day. അതായത് ദിവസത്തില് 2 പ്രാവശ്യമെങ്കിലും ആ ഒരു ലേബർ റൂമും അതിന്റെ കണക്ടിങ് പാസേജ് ലേബർ റൂമിന്റെ അവിടെ ഏരിയയും ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും വൃത്തിയാക്കണം എന്ന്. കാരണം ഓരോ പേഷ്യൻസ് കഴിയുമ്പോൾ നെക്സ്റ്റ് പേഷ്യൻസ് വരുമല്ലോ, അപ്പോ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനാൽ ദിവസത്തില് 2 തവണയെങ്കിലും ലേബർ റൂമും അതിന്റെ കണക്ടിങ് പാസേജ് ഏരിയയും വൃത്തിയാക്കുക. സോൾഡ് ഏരിയ and cleaning of spillage should be done at the earliest time possible. ഇനി ഇപ്പൊ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ളതോ മലിനപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്പില്ലേജ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ earlier time possible എത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുക. Then a detailed wash down of the labor room must be done at least twice a month. മാസത്തിൽ ഒരു വട്ടം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ലേബർ റൂം മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യുക. ദിവസത്തിൽ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യണം, പക്ഷെ ഡീപ്പായിട്ട് മാസത്തിൽ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ മന്ത് മാസത്തിൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക, ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മൾ വീട്ടിലാണെങ്കിൽ എന്താണ് ചിലപ്പോ ചിലവര് എല്ലാ ദിവസവും ക്ലീനിങ് ചെയ്യുന്നവരുണ്ടാകാം, എല്ലാ ദിവസവും നമ്മൾ അടിച്ചു വാരിയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോ സൺഡേ ക്ലീനിങ് ഡേ ആയിരിക്കും, മൊത്തത്തിൽ നമ്മൾ ഒരു ക്ലീനിങ് ഒക്കെ നടത്തും. ചെയ്യാറുണ്ടാക്കണേ ചിലർ ചെയ്യുന്നുണ്ടാകും അല്ലെ. ഇപ്പൊ വർക്കിംഗ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഡീപ്പ് ക്ലീനിങ് ആയിരിക്കും സൺഡേ എന്ന് പറയുന്നത് അല്ലെ. ബാക്കി എല്ലാ ദിവസവും നമ്മള് എന്താ പറയാ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ടാകും, എങ്കിലും ഒന്ന് ഡീപ്പായിട്ട് എല്ലാ റൂംസും കാര്യങ്ങളും ഇടയ്ക്ക് പിറക്കലും അല്ലെ പാനം ചേർക്കലൊക്കെ നമ്മള് എപ്പോഴും സൺഡേ നമുക്ക് ഹോളിഡേ ഒക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കും. ഇതുപോലെ ആഴ്ചയിൽ ദിവസത്തിന് 2 പ്രാവശ്യം ക്ലീൻ ചെയ്യണം. അതോടൊപ്പം തന്നെ മാസത്തില് 1 പ്രാവശ്യം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? പോയിന്റ്സ് ആണ്, വായിച്ചു നോക്കണം, നന്നായിട്ട് വായിച്ചാലേ മനസ്സിലാക്കണം. പോയിന്റ്സ് എന്ന് പറഞ്ഞാല് എന്താണ്? പോയിന്റ്സിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരു ദിവസത്തിലാണെങ്കിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ദിവസം. ഓക്കെ, ടെക്സ്റ്റിൽ വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ്? ട്വൈസ് മന്ത്ലി ട്വൈസ് എന്നാണ്. ഓക്കെ, അതായത് മന്തില ഒരു ദിവസത്തിൽ വൃത്തിയാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. മന്ത്ലി 2 days മറ്റേത് നമ്മൾ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം, മന്തിൽ 2 പ്രാവശ്യം ഡീപ് ക്ലീനിങ്. മന്ത്ലി ആണ് ഡീപ് ക്ലീനിങ് ചെയ്യുന്നത്. ഓക്കെ, ടു ടൈംസ് 2 പ്രാവശ്യം, ദിവസത്തിൽ 2 പ്രാവശ്യം, മന്തിൽ 2 പ്രാവശ്യം. ഓക്കെ, പിക്ചർ ക്ലിയർ ആണോ? സ്ക്രീനില് കാണുന്നുണ്ടോ പിക്ചർ? ഓക്കെ, പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പിക്ചർ ഏതായിരുന്നു? ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാമോ?
വലുതാക്കിയ കാണാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഏതായിരുന്നു നമ്മൾ എക്യുപ്മെന്റ്സ് നോക്കിയില്ലേ? മോസ്റ്റ് ക്രൂഷ്യൽ ലേബർ ടേബിൾ ആണ്. ശേഷം വരുന്ന എക്യുപ്മെന്റ്സ് അതായത് ഫോൾറ്റ് ടോപ്പോകാർഡിയോഗ്രാഫ് കണ്ടോ. അതായത് നമ്മള് കുഞ്ഞിന്റെ ഫോൾറ്റ് ടോപ്പോകാർഡിയോഗ്രാഫ് ആണ് കണ്ടോ. ഒരു ഗ്രാഫ് രൂപയുടെ ഹാർട്ട് ബീറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഗ്രാഫ് രൂപയുടെ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? നേരത്തെ കുറച്ച് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പിക്ചർ നോക്കി. ഇതാണ് ഫോൾറ്റിൽ ഡോപ്ലർ എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റ്സ് നോക്കുന്നത്. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ഓക്കെ, ടോപ്പോകാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രാഫ് രൂപേണയാണ് നമുക്ക് പിക്ചർ ലഭിക്കുന്നത്. ഓക്കെ, റേഡിയന്റ് വാർമർ കണ്ടോ. കുഞ്ഞിന്റെ ശരീര താപനില സുരക്ഷിതമായിട്ടും ഉയർത്തുന്നതിന് നിലനിർത്താനായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് റേഡിയന്റ് വാർമർ. കുഞ്ഞിനെ നമ്മൾ എവിടെയാണ് കിടത്തുന്നത്? പിക്ചറിൽ മൂന്നും ക്ലിയർ ആണോ? ഓക്കെ ആണോ? പിക്ചർ കണ്ടപ്പോ കുറച്ചും കൂടി ഡൗട്ട്സ് ഉള്ളവർക്കൊക്കെ ഓക്കെ ക്ലാരിഫിക്കേഷൻ കിട്ടിയോ? ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മള് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് വരെയാണ് എടുത്തിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോ നെക്സ്റ്റ് ടൈം അതുവരെ നന്നായിട്ട് വായിച്ചു നോക്കുക. ഒത്തിരി പോയിന്റ്സുകൾ ഉണ്ട്. എല്ലാ പോയിന്റ്സിലും ഏകദേശം ഒരേ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എങ്കിലും നന്നായിട്ട് വായിക്കുക കേട്ടോ. പോയിന്റ്സുകളാണ് നോക്കി നമ്മള് വായിക്കുക, മനസ്സിലാക്കി വായിക്കുക. ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് മനസ്സിലാക്കി വായിച്ചു പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1-2 ക്ലാസ്സോടും കൂടി നമുക്ക് ലേബർ റൂമില് കുറച്ച് പോർഷൻസ് ഉള്ളു. ഒരു ക്ലാസ്സോട് കൂടി ചിലപ്പോൾ മതിയായിരിക്കും. ഓക്കെ, പോയിന്റ്സുകളാണ് ടീച്ചർ അതുകൊണ്ടാണ് മാക്സിമം സ്ലോലി പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത്. ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും ക്ലാസ്? ഓക്കെ ആണോ? ഓക്കെ, ഇപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വായിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, ദെൻ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് പഠിച്ചു പോകുക. എക്സാമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ചാപ്റ്റേഴ്സ് ഓരോ ടീച്ചേഴ്സും എടുത്തു കഴിഞ്ഞിട്ട് അതിനുശേഷം എന്ത് ചെയ്യാ, നിങ്ങൾ അതിന്റെ ഒപ്പം പഠിച്ചു പോവുക. ഓക്കെ, ഓക്കെ, താങ്ക് യു.